നമുക്ക് ജീവൻ തരേണ്ട കർത്താവ് ഇതാ തൻ്റെ ജീവൻ അതിൻ്റെ പൂർണ്ണതയിൽ നമുക്കായി തരാൻ, ജീവൻ നൽകാനും അത് സമൃദ്ധമായി നൽകാനുമാണ് ഞാൻ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞ കർത്താവ് ഇതാ ഈ അൾത്താരയിൽ എഴുന്നള്ളിയിരിക്കുന്നു. ദൈവമേ, എൻ്റെ പ്രാർത്ഥന ജപിക്കൊള്ളണമേ, എൻ്റെ നെടുവീർപ്പുകൾ നീ ശ്രദ്ധിക്കണമേ. കർത്താവേ, രാജാവേ, അങ്ങയോടാണല്ലോ ഞാൻ നിലവിളിക്കുന്നത്. കർത്താവ്, ഈ ആരാധനയിൽ ചങ്കുപൊട്ടി നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒത്തിരി മക്കൾ ഇതിനകത്തുണ്ട്. ഓരോ ദിവസവും വരുന്ന പ്രാർത്ഥനാ നിയോഗങ്ങളും ഓരോ ദിവസം വരുന്ന മെസ്സേജുകളും കർത്താവേ, അത് കേൾക്കുമ്പോൾ അറിയാലോ, എത്രയോ ജീവിതങ്ങൾ ഇതിനകത്ത് ഭാരപ്പെട്ട് സങ്കടപ്പെട്ട് മനസ്സ് മുറിഞ്ഞ് തകർന്ന ഹൃദയവുമായിട്ടിരിക്കുന്നവരുണ്ട്. കരയാൻ മാത്രം വിളിക്കപ്പെട്ട ചില ജീവിതങ്ങൾ ഇതിനകത്തുണ്ട്. ഇന്നോളം സന്തോഷം എന്തെന്ന് അറിഞ്ഞിട്ടില്ലാത്ത ചില ജീവിതങ്ങൾ, പ്രതീക്ഷ മുഴുവൻ അറ്റുപോയ ചില ജീവിതങ്ങൾ, പ്രത്യാശയില്ലാത്ത ജീവിതങ്ങൾ ആയിരിക്കുന്നിടങ്ങളിൽ കർത്താവേ, ചുറ്റുപാടിൽ നിന്നുള്ള സമ്മർദ്ദങ്ങള്, ചുറ്റുപാടിൽ ഉള്ളവരുടെ സമ്മർദ്ദങ്ങൾ, കുത്തുവാക്കുകൾ, പരിഹാസങ്ങൾ, കളിയാക്കലുകൾ, തെറ്റിദ്ധാരണകൾ, ചെയ്യാത്ത കാര്യങ്ങളുടെ മീതെയുള്ള ആക്രോശങ്ങളുടെ നടുവിൽ കടന്ന് ഭാരപ്പെടുന്ന മക്കള് ദൈവമേ നിന്നെ വിളിക്കാൻ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. മോളെ, മോനെ, നിന്റെ നിലവിളിക്ക് മുമ്പിൽ നിൽക്കുന്ന ഒരു ദൈവം നിനക്കുണ്ട്. ഇത് പാഴ്വാക്കല്ല, ഇത് ദൈവത്തിന്റെ സ്വരമാ, ഇത് സുവിശേഷത്തിന്റെ സത്യമാ. നിന്റെ കണ്ണുനീരിന്റെ മുമ്പിൽ, നിന്റെ വേദനയുടെ മുമ്പിൽ, നിന്റെ നൊമ്പരത്തിന്റെ മുമ്പിൽ, നിന്റെ കണ്ണുനീർ താഴ്വരയിൽ നിന്റെ കൂടെ നിൽക്കുന്ന ഒരു ദൈവം അൾത്താരയിലുണ്ട്. നിൽക്കും, അവൻ നിൽക്കും. എന്തിനാണെന്നറിയാവോ? നിന്നെ സുഖപ്പെടുത്താൻ അവൻ നിൽക്കും. എന്തിനാ? നിന്റെ ജീവിതത്തിൽ ഇടപെടാൻ അവൻ നിൽക്കും. എന്തിനാ? ഇന്നോളം നീ ഏറ്റെടുത്ത ജീവിതത്തിന്റെ അന്ധകാരത്തെ എടുത്തു മാറ്റിയിട്ട് പ്രകാശം കാണാൻ, നന്നായിട്ട് കാണാൻ, ലോകത്തെ കാണാൻ, ദൈവത്തെ കാണാനൊക്കെ കർത്താവ് ഇടപെടും. വെളിച്ചം കിട്ടണ്ടേ നമുക്ക്? വിശുദ്ധ ഗ്രന്ഥത്തിന്റെ ആദ്യ വചനങ്ങളിൽ എന്നാ എഴുതി വെച്ചിരിക്കുന്നത്? കർത്താവ് പറഞ്ഞു, വെളിച്ചമുണ്ടാകട്ടെ. വെളിച്ചമുണ്ടായി. ഇന്ന് വെളിച്ചം കിട്ടാത്തത് കൊണ്ടല്ലേ നമ്മളിൽ പലരും അന്ധകാരത്തിൽ ഇങ്ങനെ കടന്നുടലുന്നേ. പാപത്തിൻ്റെ, അശുദ്ധിയുടെ, ലോകമോഹങ്ങളുടെ, ജഡവ്യാപാരങ്ങളുടെ ഒക്കെ അന്ധകാരത്തിൽ കടന്ന് നമ്മൾ ഇങ്ങനെ ഉഴലുന്നതിന് കാരണം വെളിച്ചം കിട്ടാത്തത് കൊണ്ടല്ലേ. സ്വർഗീയ വെളിച്ചം കിട്ടട്ടെ. ഇതാ നിന്റെ വേദനകളിലേക്ക്, നിന്റെ സങ്കടങ്ങളിലേക്ക് ഇറങ്ങി വരുന്ന ദൈവം. കരങ്ങൾ ഉയർത്തിപ്പിടിക്കേ. അങ്ങനെ ഒരു ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുക. ഇതൊരു വെളിച്ചമാണ് മക്കളെ, ഇതൊരു പ്രകാശമാണ്. എനിക്കൊരു ദൈവം ഉണ്ടെന്നുള്ള ബോധ്യം, അത് പ്രകാശമല്ലേ? ജീവിതത്തെ, ജീവനെ മുഴുവനും പ്രകാശിപ്പിക്കുന്ന ഒരു ബോധ്യമാണ് എനിക്കൊരു ദൈവമുണ്ടെന്ന്. എന്നെ ജീവന തുല്യം സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന്, എന്നെ ജീവനോളം സ്നേഹിച്ചൊരു ദൈവമുണ്ടെന്ന്, അവൻ എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ടെന്ന്, അവൻ എന്റെ നിലവിളിക്ക് മുമ്പിൽ നിൽക്കുന്നു എന്നുള്ളത് എന്റെ ജീവിതത്തെ, ജീവിതത്തിന്റെ സകലമാനങ്ങളെയും പ്രകാശിപ്പിക്കുന്ന പ്രകാശമല്ലേ, ബോധ്യമല്ലേ? ആ ബോധ്യത്തോടെ, ആ കരുത്തോടെ കണ്ടു തുറന്ന കർത്താവിനെ കണ്ട് എല്ലാ മക്കളും ഒന്ന് വിളിച്ച് സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആരാധന യേശുവേ, ആരാധന. ഹല്ലേലൂയ, യേശുവേ, യേശുവേ. മക്കളെ, കരങ്ങളെ മാറോട് ചേർത്ത് കണ്ണു തുറന്ന് നിന്റെ കണ്ണ് നിറഞ്ഞ് ഒഴുകുന്നുണ്ടാകാം. കുഴപ്പമില്ല, നീ കരഞ്ഞോ. നിനക്ക് കരയാനൊരു ഇടമുണ്ടല്ലോ. എല്ലാം ഉള്ളിൽ ഒതുക്കി നീ എത്ര നാൾ കൊണ്ടു നടക്കും മോളെ, മോനെ? ചില സമയത്ത് എല്ലാം ഇങ്ങനെ ഉള്ളിൽ ഒതുക്കി, ആരോടും പറയാതെ, പങ്കുവെക്കാതെ, ആരോടും ഷെയർ ചെയ്യാതെ ഒക്കെ ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്ന അനുഭവങ്ങളില്ലേ നിന്റെ ജീവിതത്തിൽ? തകർന്നു പോകുന്ന അനുഭവങ്ങളില്ലേ? ചിലപ്പോൾ ദേഷ്യമായിട്ടും വെറുപ്പായിട്ടും വിദ്വേഷമൊക്കെ ആയിട്ട് ഇതൊക്കെ പുറത്തു വരുന്നില്ലേ? പങ്കുവെക്കുക, ഈശോട് പറ. നിന്റെ വേദനകൾ ഈശോട് പറ. നിന്റെ ഹൃദയത്തിന്റെ ഇടിപ്പുകൾ അറിയുന്ന ഒരു ദൈവമുണ്ടല്ലോ. നിന്റെ ചങ്ക് പിടയുന്നത് കാണുന്നൊരു കർത്താവുണ്ടല്ലോ. നിന്റെ മനസ്സ് മുറിഞ്ഞത്, വേദനിച്ചതും കണ്ട ഒരു ദൈവം. നീ ഇന്ന് കിടക്കുന്ന നിന്റെ ജീവിതത്തിന്റെ അവസ്ഥ എന്താണെന്ന് അറിയുന്ന ഒരു ദൈവം നിനക്കുണ്ടല്ലോ.
നിനക്കൊണ്ടല്ലോ ഒരു ദൈവം. ആ കർത്താവ് ഈ അൾത്താരയിലുണ്ടെന്നേ, ആ ഈശോ ഈ അൾത്താരയിലുണ്ടെന്നേ. മോളെ, മോനെ, നീ ഒന്ന് വിശ്വസിക്കേ. നിന്റെ കണ്ണുനീർ കണങ്ങൾ കുപ്പിയിൽ ശേഖരിച്ച ദൈവം ഈ അൾത്താരയിലുണ്ട്. നിനക്ക് വേണ്ടി ഇതാ കർത്താവ് കാത്തിരിക്കുക. കരങ്ങൾ രണ്ടും ദൈവസന്നിധിയിലേക്ക് ഉയർത്തിപ്പിടിക്കാം. നിങ്ങളായിരിക്കുന്നിടങ്ങൾ എന്തു ആകട്ടെ, ചുറ്റുപാടും ആരൊക്കെ ഉണ്ടായിക്കോട്ടെ, മക്കളെ, നമ്മളതൊന്നും നോക്കണ്ട. നമ്മൾ ദൈവത്തെയല്ലേ ആരാധിക്കുന്നേ, ദൈവത്തെയല്ലേ മഹത്വപ്പെടുത്തുന്നത്. നീ ദൈവത്തെ ആരാധിക്കുന്നത് കാണട്ടെ. യെസ്, തമ്പുരാനെ, ഞാൻ നിന്നെ ആരാധിക്കുന്നത് ദൈവമക്കള് കാണട്ടെ. കരങ്ങൾ ഉയർത്തിപ്പിടിക്കുമ്പോൾ നിങ്ങളുടെ കരങ്ങളിൽ നിങ്ങളുടെ സങ്കടങ്ങളെ അങ്ങോട്ട് ഉയർത്തിക്കേ, നിങ്ങളുടെ വേദനകളെ അങ്ങോട്ട് ഉയർത്തിക്കേ. നിങ്ങളെ ഇപ്പോൾ അലട്ടുന്ന ജീവിത തടസ്സങ്ങളുണ്ടല്ലോ, പ്രതിസന്ധികളുണ്ടല്ലോ, പ്രയാസങ്ങളുണ്ടല്ലോ, ജീവിതത്തെ അതുപോലെ പിടിച്ചുലയ്ക്കുന്ന അനുഭവങ്ങളുണ്ടല്ലോ, അതെല്ലാം ഈശോയ്ക്ക് കൊടുത്തേ, ദൈവസന്നിധിയിലേക്ക് ഉയർത്തിക്കേ. എന്നിട്ട് കണ്ണു തുറന്ന കർത്താവിനെ കണ്ട് എല്ലാ മക്കളും ഏതാനും നിമിഷം ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാവോ? എല്ലാം മറന്ന് എല്ലാം വിട്ടുകൊടുത്തിട്ട് ഒന്ന് സ്തുതിക്കാവോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എങ്ങനെ വേണമെങ്കിലും സ്തുതിക്കാം, എങ്ങനെ വേണമെങ്കിലും നിങ്ങൾ സ്തുതിക്കാം. ആ സ്തുതിപ്പിന്റെ സമയത്താണ് കർത്താവിന്റെ അത്ഭുത സാന്നിധ്യം വെളിപ്പെടും. നിരാശകളെ കഴിഞ്ഞോളും. ഈ സമയത്ത് നിരാശയുടെ കെട്ടുകളെല്ലാം അഴിയട്ടെ, ആകുലതയുടെ കെട്ടുകൾ അഴിയട്ടെ. സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന എല്ലാ മക്കളും സ്തുതിച്ചുകൊണ്ടിരുന്നേ. കർത്താവേ, കാരുണ്യവാനായ ദൈവമേ, ഈ മക്കളെ അലട്ടുന്ന രോഗപീഠകളെ യേശുവിന്റെ രക്തത്തിൽ ബന്ധിച്ച് ശാസിക്കുന്നു. കർത്താവേ, നിരാശകള് യേശുവിന്റെ രക്തത്തിൽ മാറിപ്പോകട്ടെ. കർത്താവേ, മക്കളുടെ മനസ്സിൽ കടന്നുകൂടിയിട്ടുള്ള അശുദ്ധികള്, ഹൃദയത്തിൽ കടന്നുകൂടിയിട്ടുള്ള എല്ലാ അശുദ്ധിയും, കാപട്യത്തിന്റെ മുഖം ധരിക്കുന്ന കർത്താവേ, ഈ മക്കളെ പാപത്തിന് നിർബന്ധിക്കുന്ന എല്ലാ തിന്മയുടെ സ്വാധീനങ്ങൾ യേശുനാമത്തിൽ ബന്ധിക്കുന്നു. ദുശീലങ്ങൾക്ക് അടിമപ്പെടുത്തുന്ന, ലൈംഗിക വൈകൃതങ്ങൾക്ക് അടിമപ്പെടുത്തുന്ന കർത്താവെ, അവിശ്വസ്തതകളിലേക്ക് മക്കളെ തള്ളിയിടുന്ന എല്ലാ തിന്മയുടെ അരൂപികളെയും കർത്താവെ, ഹൃദയത്തിൽ ഊറിക്കൂടിയിരിക്കുന്ന, ആത്മാവിൽ പുരണ്ടിരിക്കുന്ന എല്ലാ കറകളും യേശുവിന്റെ നാമത്തിൽ ബന്ധിക്കുന്നു. അഴിഞ്ഞു പോകട്ടെ ഭയം, ആകുലതകള്, ആത്മഹത്യാ പ്രവണതകള്, അഹങ്കാര ചിന്തകള്, മനസ്സിൽ നിറഞ്ഞുകൂടിയിട്ടുള്ള വഞ്ചന നിറഞ്ഞ ചിന്തകള്, കർത്താവേ, നാവിന്റെ കെട്ടുകള് എല്ലാം ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു പോകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, നിനക്ക് ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, യേശുവേ, ആരാധന, ആരാധന. മുട്ടുകുത്താൻ സാധിക്കുന്ന എല്ലാ മക്കളും ഈ നിമിഷം മുട്ടുകുത്തുന്നു. ഈശോയെ, ഈ മക്കളെ ഓർത്ത് നന്ദി പറയുന്നു. ഈ ശുശ്രൂഷയെ ഓർത്ത് മക്കളെ നന്ദി പറഞ്ഞേ. ദൈവം ഒരുക്കുന്നതല്ല, ഇവിടെ മനുഷ്യന്റെ ഒരു പ്രവൃത്തിയിലല്ല ദൈവം ഒരുക്കുന്ന. ഈശോ ഒരുക്കിയ ശുശ്രൂഷയത്. ദൈവത്തിന് നന്ദി പറ, ഈശോയ്ക്ക് മഹത്വം കൊടുക്കുക. ഈ ശുശ്രൂഷയ്ക്കായി തെരഞ്ഞെടുത്ത എളിയ ദാസരെ ദൈവകരങ്ങളിലേക്ക് കൊടുക്കാവോ? ഞങ്ങൾക്ക് വേണ്ട ദൈവിക സംരക്ഷണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. തമ്പുരാനെ, ലോകമെമ്പാടും വരുന്ന ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുകയും ഈ ശുശ്രൂഷ അനേകരിലേക്ക് എത്തിക്കുകയും അനേകരോട് ഈ ശുശ്രൂഷയെക്കുറിച്ച് പറയുന്ന ഈ മക്കളെ ഓർത്ത് നിനക്ക് നന്ദി പറയുന്നു. ഇവരെ നീ കൂടുതൽ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു, അഭിഷേകം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവരാജ്യത്തിനായി ഈ മക്കളെ ഒരുക്കണമേ. കർത്താവിന്റെ രണ്ടാം വരവിനായി ഈ മക്കളെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പറ്റിപ്പോകാത്ത, കർത്താവെ, കെട്ടുപോകാത്ത തിരികളുമായി ദൈവത്തെ കാത്തിരിക്കുന്നവരായി ഞങ്ങളെ മാറ്റണമേ. എണ്ണ വറ്റാത്ത തിരി, അങ്ങനെയുള്ളൊരു കാത്തിരിപ്പ്, വിവേകികളായ കന്യകമാരെ പോലെയുള്ള ഒരു കാത്തിരിപ്പ്, നിന്നെ മണവാളനെ കാത്തിരിക്കാൻ, സ്വർഗീയ മണവാളനെ കാത്തിരിക്കാൻ
കർത്താവെ, നീ ഞങ്ങളെ അനുവദിക്കണമേ. പ്രാർത്ഥിക്കട്ടെ. എൻ്റെ കരങ്ങൾ ഈശോയിലേക്ക് ഉയർത്തിപ്പിടിച്ചോ. ഇതാ ദിവ്യകാരുണ്യം നിൻ്റെ മുമ്പിൽ ഉയരാൻ പോകുന്ന സമയമാണ്. ഈശോ നിന്നെ ആശീർവദിക്കാൻ പോകുന്ന സമയം. ഈശോ നിൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കാൻ പോവുക. ഈശോ നിൻ്റെ സ്വപ്നങ്ങളെ, പ്രതീക്ഷകളെല്ലാം അനുഗ്രഹിക്കാൻ പോവുക. മോളെ, മോനെ, നീ ഒറ്റയ്ക്കല്ലെന്ന് കർത്താവ് നിന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയമാണ്. കരങ്ങൾ ഈശോയിലേക്ക് ഉയർത്തി ദൈവത്തിന് നന്ദി പറഞ്ഞ് സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ മക്കളും ഈശോയുടെ ആശീർവാദം സ്വീകരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ